Hi dear students, welcome back to Xylem Learning. മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് കുറിച്ചിട്ടാണ്. എന്താണ് മക്കൾക്ക് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് അറിയോ? ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലെ. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ കൂടുതലായിട്ട് വെങ്കലം ഉപയോഗിച്ചിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സിവിലൈസേഷൻ നമ്മൾ എന്താണ് റിവർ വാലി സിവിലൈസേഷൻ എന്നുകൂടെ വിളിക്കും. എന്തുകൊണ്ടാണ് മക്കളെ റിവർ വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത് അഥവാ നദീതട സംസ്കാരങ്ങൾ എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? ഒരു നദിയുടെ ഏതെങ്കിലും ഒരു നദിയുടെ തീരത്തായിരിക്കും ഈ ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നദീതടത്ത് രൂപപ്പെടുന്നത്? നദി എന്ന് പറയുമ്പോൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, നമുക്ക് അവിടെ കൃഷി ചെയ്യണമെങ്കിലൊക്കെ എന്ത് വേണം? വെള്ളം വേണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ റിവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു റിവർ വാലിയിൽ താമസിക്കുകയും അവിടുന്ന് ഒരു സംസ്കാരം രൂപം കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരുപാട് കൃഷിയും കാര്യങ്ങളും വളർന്നു വരാനും, കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഉപകരണങ്ങൾ വേണം അല്ലെ, ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ വേണം. അതിനൊക്കെ നമ്മൾ എന്താണ് വെങ്കലമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം ചെമ്പിനെ നോക്കുന്ന സമയത്തും ചെമ്പിനേക്കാൾ കൂടുതൽ കാഠിന്യമേറിയ ഒന്ന് തന്നെയാണ് നമ്മുടെ ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ അക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന പേരിലും അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം പഠിക്കുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമ്മുടെ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇവിടെ നോക്കിക്കേ എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്, അതായത് എന്താണ്? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അപ്പൊ ഏതൊക്കെ നദികളാണ് അവിടെ വരുന്നത്? നമ്മുടെ യൂഫ്രട്ടീസും ടൈഗ്രീസും റിവേഴ്സ് ആണ് കേട്ടോ അവിടെ വരുന്നത്. ഏതൊക്കെ നദികളാ? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈ നദികൾക്കിടയിൽ രൂപപ്പെട്ട പ്രദേശമാണ് എന്താ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇന്ന് നമുക്ക് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇറാഖിലാണ് കേട്ടോ. അപ്പൊ ആ കാലഘട്ടത്തിലും എന്തുണ്ടായിരുന്നു മക്കളെ? ഒരുപാട് ലിപികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ലിപി എന്തായിരുന്നു? യൂണിഫോം ലിപിയാണ് കേട്ടോ. അത് ഓർത്തെടുക്കാൻ മക്കൾക്ക് എന്താ? യൂണിഫോം എന്ന് ആലോചിച്ചാൽ മതി. സ്കൂളിൽ പോണ ദിവസം നമുക്ക് എന്താ യൂണിഫോം ഇടണം അല്ലെ. അപ്പൊ എന്താണ് യൂണിഫോം? ക്യൂണിഫോം. ആരാണ്? യൂണിഫോം മെസപ്പൊട്ടോമിയ. ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ മെസോ യൂണിഫോം അങ്ങനെയൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ട് എന്താ എന്റെ മക്കള് ഓർത്ത് വെക്കണേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലിപി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുമേറിലാട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? കളിമണ്ണൊക്കെ കുഴച്ചുണ്ടാക്കിയ ഒരു രൂപം എന്ത് ചെയ്യും? അതിലിങ്ങനെ കൂർത്താണി വെച്ചിട്ട് എഴുതും. ഏത് കഴിഞ്ഞ ഇവരെന്ത് ചെയ്യും? അത് വെയിലത്ത് വെച്ച് ഉണക്കും. എന്നിട്ടാണ് അവർ ആ ലിപിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തോ ഏകദേശം ഒരു നമ്മളൊരു ചതുരം ഷേപ്പിലൊക്കെയാണ് നമുക്കിത് കാണാൻ സാധിക്കട്ടോ. അതേപോലെ ഇവിടെ നോക്കിക്കേ, അവർക്ക് ഒരുപാട് സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നു. സമുച്ചയങ്ങൾ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആരാധനാലയങ്ങളെ, ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? സിഗുറാത്തുകൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരുപാട് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്തെന്ന് പറയുന്നത്? സിഗുറാത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. 25ഓളം സിഗുറാത്തുകൾ തന്നെ എന്താ ഈ ഒരു പ്രദേശത്ത് നമ്മുടെ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം എന്താണ് ഇഷ്ടികകൾ അതിന് ആവശ്യമായിട്ടുണ്ടെന്നുള്ള. അതേപോലെ തന്നെയല്ലേ അവിടെ എന്താണ് മക്കളെ? ഉർ അതേപോലെയുള്ള ഒരു നഗരം ഉണ്ടായിരുന്നു. ഉർ എന്ന് പേരുള്ള ഒരു നഗരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നഗരത്തിൽ എന്തായിരുന്നു? ഒരുപാട് സിഗുറാത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുകയും അവര് ആ നഗരത്തിലുള്ള ആളുകളൊക്കെ എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി നമ്മള് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഓർമ്മ കിട്ടുന്നത്? നമുക്ക് ഒരു മമ്മീന്റെ പടം ഓർമ്മ കിട്ടുന്നുണ്ട്, കുറച്ച് പിരമിഡ്സിന്റെ പടം ഓർമ്മ കിട്ടുന്നുണ്ടൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ മിസ് പറഞ്ഞു തരാം. നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏത് നദിയുടെ തീരത്ത് രൂപപ്പെട്ടതാണ്? നൈൽ നദിയുടെ തീരത്ത് രൂപപ്പെട്ട സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ നൈൽ നദി എന്തായിട്ട് പറയുന്നുണ്ട്? ഈജിപ്തിന്റെ ദാനം എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ നൈൽ നദി എന്താണ്? ഈജിപ്തിന്റെ ദാനം എന്ന് പറയുന്നത് അല്ലെ. ഈജിപ്ത് എന്താണ്? അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന പേരിലാണ് അല്ലെ അറിയപ്പെടുന്നത്. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട്
പിരമിഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഈ പിരമിഡുകളുടെ ഉള്ളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവര് ശവം മറവ് ചെയ്യുന്ന രീതി, അങ്ങനെ ആയിരുന്നു അവരുടെ ശവം മറവ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവർക്കും എന്തുണ്ടായിരുന്നു, ലിപി ഉണ്ടായിരുന്നു. ഏതായിരുന്നു മക്കളെ ഇവരെ ലിപി എന്ന് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ആയിരുന്നു. ആരുടെ? നമ്മുടെ ഈജിപ്ഷ്യൻകാരുടെ കേട്ടോ. ആരുടെയാണ്? ഈജിപ്ഷ്യൻകാരുടെ ലിപി എന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. അത് ഇവർ എന്ത് വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? തടിയും അതേപോലെ തന്നെ പാപ്പിറസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇലയും, ആ ഇല ഇങ്ങനെ നമ്മൾ കയ്യിനോട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിനെ നീരൊക്കെ ചേർത്ത് വെച്ചിട്ടായിരുന്നു അവരെന്തായിരുന്നു ഈ ഒരു ലിപി അവര് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മളെ പിരമിഡ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഈജിപ്തിലെ ഭരണാധികാരികളൊക്കെ അവരുടെ ശവം മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പിരമിഡുകളുടെ ഉള്ളിലാണ്. അങ്ങനെ ഒരുപാട് പിരമിഡ് നമുക്ക് എന്താ ഈജിപ്തില് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മള് ചൈനീസ് സിവിലൈസേഷനിൽ വരുന്ന സമയത്ത് എന്താ, ആ ഒരു സിവിലൈസേഷനും ഒരു നദിയുടെ തീരത്ത് രൂപപ്പെട്ടതാണ്. നദിയുടെ പേരെന്താ? ഹൊയാങ് ഹോ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് നമ്മുടെ ഏത് സിവിലൈസേഷൻ? ചൈനീസ് സിവിലൈസേഷനും രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ബ്രോൺസ് ഏജ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുക ഈ ഒരു സിവിലൈസേഷനാ. കാരണം ഒരുപാട് ഉപകരണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ മക്കൾക്ക് ഒരു സ്കൾപ്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇതെന്താണ്? അവര് ബ്രോൺസ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്കൾപ്ചർ ആട്ടാ. ഒരുപാട് ഉപകരണങ്ങൾ അവർ ഈ ഒരു കാലഘട്ടത്ത് ചൈനീസ് സിവിലൈസേഷന്റെ കാലഘട്ടത്ത് അവര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് ഹരപ്പൻ സിവിലൈസേഷനിലേക്ക് പോകുന്ന സമയത്തോ, ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സിവിലൈസേഷനാണ്. ഇന്ന് നമുക്ക് ഒരുപാട് ആർക്കിടെക്റ്റ് ഒക്കെ ഇത്രത്തോളം നമുക്ക് അഡ്വാൻസ് ടെക്നോളജി ഉള്ള സമയത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ബിൽഡിങ്സും അവരുണ്ടാക്കിയ. പണ്ട് ഇതൊന്നും ഇല്ലാതെ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ എന്താണ്, ഹരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ അതിൽ തന്നെ എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലേ ഏത് നദിയുടെ തീരത്താ രൂപം പെട്ടിട്ടുള്ളത്? ഇൻഡസ് അഥവാ സിന്ധു നദിയുടെ തീരത്താണ് നമ്മുടെ ഏത് ഹരപ്പൻ സിവിലൈസേഷൻ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് നമ്മൾ ഉത്ഖനനം നടത്തിയ സമയത്ത് നമ്മൾ ഇൻവേഡ് ചെയ്തിട്ടുള്ള സ്ഥലമായിരുന്നു ഇത് ഹരപ്പ. അതുകൊണ്ടാണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് ഈ ഒരു നമ്മുടെ സിന്ധു നദി ബേസ് ചെയ്തിട്ടായിരുന്നു അവരെന്താണ് അവരെ കൃഷിയും കാര്യങ്ങളൊക്കെ അവര് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കുക മക്കളെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ആയിട്ടാ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവരെ സ്ട്രീറ്റ് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാലുകൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഗ്രാനറീസിലെ ധാന്യപ്പുരകള്, കച്ചവട കേന്ദ്രങ്ങൾ, ട്രേഡിംഗ് സെന്റേഴ്സ്, അതൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിന് തന്നെ, നമ്മുടെ ഇന്ത്യയിലല്ല ലോകത്തിന് തന്നെ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്? ഹരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ട് സെന്റേഴ്സ് ആയിട്ട് പറയുന്നത് ഏതൊക്കെയാ? മോഹൻജദാരോ ഉണ്ട്, ഹരപ്പ ഉണ്ട്, കാലിബംഗൻ, അതേപോലെ ലോഥൻ. ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ നോക്കിക്കേ, ഇവർക്ക് എന്താ മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു. ഹരപ്പൻ സിവിലൈസേഷന്റെ ഒരു പ്രധാന ശേഷിപ്പ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്നാനഘട്ടത്തിൽ പറഞ്ഞാൽ അവരെ പൂജാ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അത്രത്തോളം എന്താ ഒരു പ്രഷ്യസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഹരപ്പൻ സിവിലൈസേഷൻ. ഇങ്ങനെ മഹാസ്നാനഘട്ടായാലും അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രെയിനേജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പൊ ഒരുപാട് ഓടകളൊക്കെ ഇങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടൊക്കെ ഡ്രെയിനേജ് കാണുന്നില്ലേ? ഇത് അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് അവർ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യും, നമ്മളെ കല്ല് വെച്ച് അത് ക്ലോസ് ചെയ്യും, എന്നിട്ട് അതിലെ വേസ്റ്റ് നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു അവര് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ നമ്മുടെ ഈ ഒരു റിവർ വാലി സിവിലൈസേഷനിൽ പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് എന്റെ മക്കൾക്ക് ഇപ്പം സിവിലൈസേഷനെ കുറിച്ചൊരു ഐഡിയയും അതേപോലെ തന്നെ എന്തൊക്കെയാണ് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിട്ടോ. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.